കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ, പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 40ാമത്തെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ സംഗമിപ്പാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിലാഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 40 ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് അവകാശം നൽകി. ഇങ്ങനൊരു ഉപവാസം പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്ന ഒരു സാവകാശത്തിലല്ല ഞാൻ ഈ ഉപവാസം ആരംഭിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ശാരീരികമായ പ്രയാസത്തിൽ കൂടെ കടന്നുപോയ ഒരു സന്ദർഭമായിരുന്നു കഴിഞ്ഞ നവംബർ മാസം മുതൽ ഈ കഴിഞ്ഞ മാർച്ച് മാസം വരെ. പക്ഷേ ദൈവാത്മാവ് എന്നെ കഴിഞ്ഞ നവംബർ മാസം 28-ാം തീയതി കാണിച്ച ഒരു സ്വപ്നത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ ദൈവത്തിൽ ഉപവസിപ്പാനായിട്ട് ആരംഭിച്ചത്. ചർച്ച ഞാൻ പറഞ്ഞിരുന്നു, ഉപവാസം 40 ദിവസം പൂർത്തീകരിക്കുമെന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല. 40 ദിവസം ഉപവസിക്കാമെന്ന് വിചാരിച്ച് ആരംഭിക്കുന്നു. ദൈവാത്മാവ് കൃപ തന്നാൽ ഇത് നിവർത്തിക്കുമെന്നാണ് ഞാൻ ചർച്ചിലൊക്കെ പൊതുവിൽ പറഞ്ഞിരുന്നത്. ഉപവാസം തുടങ്ങുന്നത് മാർച്ച് മാസം 28-ാം തീയതിയാണ്. 27-ാം തീയതി രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന ഉറക്കത്തിൽ, അന്ന് രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചില്ല, വേറൊരു ജ്യൂസ് കുടിച്ചാണ് കിടക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു ദൂതൻ എൻ്റെ അടുക്കൽ വന്ന് എനിക്ക് ഭക്ഷണം വാരിത്തന്നു. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് നടന്ന മീറ്റിങ്ങിൽ ഇത് പറഞ്ഞപ്പോൾ എന്നോട് അവിടുത്തെ സീനിയർ സെൻറ്റർ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ അങ്ങനെയൊന്നും പറയണ്ട, ആൾക്കാരത് വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചാൽ ആൾക്കാർ വിശ്വസിക്കില്ല എന്നുള്ള എൻ്റെ വിഷയമല്ല. ഏലിയാവിന് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന് ഭക്ഷണം കൊടുക്കുവാനായിട്ട് ദൂതനെ അയക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അയക്കില്ല? അയക്കുമെന്ന് ഞാൻ പ്രസംഗിക്കുകയല്ലല്ലോ ചെയ്തു, എനിക്കുണ്ടായ അനുഭവം പറഞ്ഞതല്ലേ. ഏതായാലും ഇന്ന് വരെ ആ ഉപവാസത്തിൽ തുടരുവാനായിട്ട് കർത്താവ് അവകാശം നൽകി. 2-3 പ്രാവശ്യം ചെറിയ ക്ഷീണങ്ങൾ വന്നു, പക്ഷേ കർത്താവ് കൃപ തന്നു. കർത്താവിൻ്റെ കൃപയാൽ ദൈവസ്ഥിതിരിപ്പാൻ കർത്താവ് അവകാശം നൽകി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നതിനേക്കാൾ ദൈവാത്മാവ് ഇരുത്തി എന്നാണ് ഞാൻ ആ വിഷയത്തിൽ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. മാനുഷികമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നതല്ല ഇത്. കണ്ടമാനം ദൈവിക അനുഭവങ്ങൾ ദൈവാത്മ പലർക്ക് പല നിലയിൽ നൽകി. ദൈവവചനത്തിനകത്തുള്ള വളർച്ചകൾ ദൈവാത്മ നൽകി. യൗവന ലോകത്ത് പലരെ കർത്താവ് സ്പർശിച്ചു. വ്യക്തമായൊരു ദൈവിക വളർച്ച കർത്താവ് പലർക്കും നൽകി. സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ ദൈവാത്മാവ് പലരോടും ഇടപെട്ടു. അടുത്ത ഒരു തലമുറ പരിശുദ്ധാത്മാവിനാൽ ഒരു വലിയ കൂട്ടം, ആയിരക്കണക്കിന് ആളുകൾ പണിയപ്പെട്ടു എന്ന് ഞാൻ പറയില്ല, പക്ഷെ കുറച്ച് പേർക്കെങ്കിലും കർത്താവ് അങ്ങനെ ഒരു മാറ്റവും വളർച്ചയും ഒക്കെ ദൈവാത്മാവ് നൽകി. പരിശുദ്ധാത്മാവ് നാളുകളായിട്ട് കാണിച്ചിട്ടുള്ള ഉണർവിൻ്റെ വാതിൽക്കലാണ് നാം എന്നത് ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു ഈ പ്രാവശ്യത്തെ ദൈവവചന ശുശ്രൂഷകളും പ്രാർത്ഥനകളൊക്കെ. പൂർണ്ണമായിട്ട് എല്ലാ മേഖലകളിലേക്കും എത്തിച്ചേർന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിന് പറ്റിയ സെക്ഷനുകൾ എടുക്കുവാനായിട്ട് പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ദൈവാത്മാവിൻ്റെ വലിയ സ്പർശനങ്ങൾ അനുഭവിപ്പാൻ എനിക്ക് അവകാശം നൽകി, കർത്താവ് അനുവദിച്ചു. നിങ്ങളെല്ലാവരും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിരന്തരമായിട്ട് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കാനൊക്കെ കർത്താവ് അവകാശം നൽകി. യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചപ്പോൾ നമ്മുടെ ആളുകളുടെ ഒരു ചിന്തയുള്ളത്, ഈ 40 days ഒക്കെ 21 ദിവസം, 7 ദിവസം, 3 ദിവസമൊക്കെ നമ്മൾ ഉപവസിക്കുമ്പോൾ ഈ ഉപവാസത്തിനകത്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഉപവാസം നമ്മൾ ദൈവത്തോട് വസിക്കുന്നതാണ്. നമ്മൾ ദൈവം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ അനുവദിക്കുന്ന പരീക്ഷകളെ ജയിക്കുന്നതുമാണ് ഉപവാസം. ഈ ഉപവാസം ഇന്ന് തീരുന്നു. ഉപവാസം തീരുമ്പോൾ, ഉപവാസത്തിനിടയിലും തീരുമ്പോഴും ഞാനൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ബ്ലെസ്സഡായിട്ട് ഒട്ടുമിക്ക മേഖലകളിലും, എല്ലാ മേഖലകളും എന്ന് വേണമെങ്കിൽ പറയാം, ദൈവാത്മാവിനാൽ ജയിക്കുവാൻ ദൈവാത്മാവ് അനുവദിച്ച ഒരു ഉപവാസം കൂടിയാണ് ഈ ഉപവാസം. കൃത്യമായിട്ട് ദേഹം, ആത്മാവിനെ വിഭജിക്കുവാനും
ശരീരത്തിൻ്റെയും ദേഹിയുടെയും ആവശ്യങ്ങളെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ മരിപ്പിക്കുവാനും ഒക്കെ കർത്താവ് നൽകിയ നല്ല സാവകാശങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഇന്ന് ഉപവാസം തീരുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് വസിക്കുന്ന തീരുകയല്ല, നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ദൈവത്തിലിരിക്കുന്ന നിർത്തുന്നു. അവിടെ നിങ്ങൾ പരീക്ഷയെ ജയിക്കുന്നതോടുകൂടെ സത്യത്തിൽ ഇന്ന് കഴിയുന്നതോടുകൂടിയാണ് ശക്തി തുറക്കുന്നത്. യേശുവിൻ്റെ ഉപവാസം അങ്ങനെയായിരുന്നു. 40 ദിവസം അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പിശാച് പരീക്ഷിക്കുവാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ കാട്ടുമൃഗങ്ങളുടെ കൂടെയായിരുന്നു, മരുഭൂമിയിലായിരുന്നു. അവൻ അതിനകത്ത് ഒടുവിൽ എല്ലാ മേഖലകളിലും ജയിച്ചതോടുകൂടെ 40 ദിവസം കഴിഞ്ഞപ്പോൾ ദൂതന്മാർ അവനെ ശുശ്രൂഷിപ്പാൻ ഇറങ്ങി വന്നു. ശക്തി അവനിൽ നിന്ന് തുറന്നു എന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. പിന്നെ അവൻ എവിടെ ചെന്നാലും ദേശങ്ങളുടെ തിമിരങ്ങൾ മാറുകയായിരുന്നു. രാജകീയ ശുശ്രൂഷ ആരംഭിക്കുകയായിരുന്നു. ഇന്നലെ പകൽ നടന്ന മീറ്റിങ്ങിൽ ഈ മണിക്കൂറുകൾ അന്യഭാഷ സംസാരിച്ചുകൊണ്ട് എൻ്റെ തൊണ്ട ഇന്നലെയാണ് അല്പമായിട്ടൊന്ന് അടഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഇന്നു മുതൽ ഇന്നത്തോടുകൂടെ നമ്മൾ പരീക്ഷകളെ സമ്പൂർണ്ണമായിട്ട് ജയിക്കുകയാണ്. അങ്ങനെയൊക്കെ മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഇത് ജയിക്കുന്നതോടുകൂടെ നിങ്ങളിൽ കൂടെ ശക്തി തുറക്കും എല്ലായിടത്തും. അത് ഉപവാസത്തിലല്ല ശക്തി തുറക്കുന്നത്, ഉപവാസത്തിൽ നിങ്ങൾ ജയിക്കുന്ന ജയത്തോടു കൂടിയാണ് ശക്തി തുറക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു, ഇന്നു മുതൽ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും ആ ശക്തി പ്രദർശനമായി മാറട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം ആ ശക്തിയുടെ പ്രദർശനങ്ങളായി മാറുവാനും എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെല്ലാം നമുക്കൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ പ്രാർത്ഥനകൾ കുടുംബങ്ങൾക്ക് ബ്ലെസ്സിങ് ആയി മാറും. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ഭാര്യ, ഭർത്താവ്, 2-3 മക്കൾ, ഏറ്റവും കൂടി 4 മക്കളൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തുള്ളൂ. 3-4 മക്കൾ, അവരുടെ മരുമക്കൾ, കൊച്ചുമക്കൾ, മാതാപിതാക്കൾ, ഇങ്ങനെ ഇതടങ്ങുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ദൈവകരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങളുടെ അകത്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി തലമുറകളെയും വ്യക്തികളെയും ഒക്കെ അടിമത്തങ്ങളുടെ അകത്ത് കുടുക്കിയിട്ട് ദൈവത്തിൽ നിന്ന് അകറ്റി പിശാച് കുടുംബങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ മൊത്തം റെസ്റ്റോർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരമാണ്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം ബ്ലസ്സഡായി മാറട്ടെ, ദേശം ബ്ലസ്സഡായി മാറട്ടെ, നിങ്ങളുടെ സഭകൾ ബ്ലസ്സഡായി മാറട്ടെ, എല്ലാ മേഖലകളിലും നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറട്ടെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ കയറുന്നവർ അനുഗ്രഹമായി മാറട്ടെ. ദൈവത്താലുള്ള ഒരു ബ്ലസ്സിങ് നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവാത്മാവ് തുറക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ മേഖലകൾ പറയുന്ന 2-3 വാക്യങ്ങൾ നമുക്ക് വായിച്ച്, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും 2 ഭാഗങ്ങൾ വായിച്ച് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെല്ലാം ബ്ലസ് ചെയ്ത് ഇന്ന് രാവിലെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരാൾ ഈ വാക്യങ്ങളൊന്ന് വായിച്ചാൽ നന്നായിരുന്നു. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം നമുക്ക്. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടുന്നത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടുന്നത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇത് അഹരോന്യ പുത്രന്മാരോട് യഹോവയാം ദൈവം പറഞ്ഞിരുന്ന ഒരു പ്രഖ്യാപനമാണ്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. അപ്പോൾ ഇവരോട് പറയണം, നീ മോശയോട് പറഞ്ഞിട്ടുണ്ട്, നീ അഹരോനോടും പുത്രന്മാരോടും പറയണം, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലണം. അപ്പോൾ ഈ അഹരോന്യ കുടുംബത്തിനാണ് ദൈവം പൗരോഹിത്യം കൊടുത്തത്. പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ. മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് പകരമായി
ദൈവവചനപ്രകാരം ആവശ്യപ്പെടുന്ന ശുശ്രൂഷകൾ ആലയത്തിൽ നിവർത്തിക്കുന്നവരാണ് പുരോഹിതന്മാർ. മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നവനാണ് പുരോഹിതൻ. പ്രവാചകനോ ദൈവകൃതിയത്തിലുള്ളത് ജനത്തോട് പറയുന്നവനാണ് പ്രവാചകൻ. രണ്ടും രണ്ടാണ്, രണ്ടും രണ്ട് റൂട്ടാണ്. അപ്പോൾ പാപത്താൽ ദൈവത്തിൽ നിന്ന് അകൽച്ച അനുഭവിക്കേണ്ടി വന്ന മനുഷ്യവർഗത്തിൻ്റെ അകൽച്ചയുടെ നടുവിൽ മനുഷ്യനു വേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തോടടുത്ത് ചെല്ലുവാൻ ദൈവം വെച്ചിരിക്കുന്നതാണ് പുരോഹിതനെ. ആ പുരോഹിതൻ പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഹയർ സ്റ്റേജ് പറയുന്നു, ലാസ്റ്റ് ഭാഗം പറയുന്നു, നീ ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എന്നിട്ട് യഹോവ നിന്നെ അനുഗ്രഹിച്ച് അവിടെ പറയണം, എന്ത് പറയും? യഹോവ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ കാക്കുമാറാകണം. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ കുടുംബത്തിൻ്റെ മേൽ സംരക്ഷണമായിട്ട് വെളിപ്പെടും. ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കണം. ഒന്ന്, സംരക്ഷണമാണ്. രണ്ട്, യഹോവയുടെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. ദൈവം നിന്നോട് ഗ്രേസ് കാണിക്കുന്ന ദൈവമാണ്. അവൻ്റെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കുന്നവനാണ്. മൂന്ന്, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം, പീസ് നൽകട്ടെ, ഷലോം നൽകട്ടെ, ഷലോം നൽകട്ടെ. അപ്പൊ അനുഗ്രഹം നൽകട്ടെ, കാക്കുമാറാകട്ടെ, പ്രകാശിപ്പിക്കട്ടെ, കൃപയുള്ളവനാകട്ടെ, നിനക്ക് സമാധാനം നൽകട്ടെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അവൾ പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം. കണ്ടോ? അപ്പൊ ഇത് പറയുമ്പോ എൻ്റെ നാമം നിങ്ങൾ അവരുടെ മേൽ വെക്കുകയാണ്. ആരുടെ മേൽ? ഇസ്രായേൽ മക്കളുടെ മേൽ. ഏത് നാമം? യഹോവ ഷലോം എന്ന നാമം നിങ്ങൾ അവരുടെ മേൽ വെക്കുകയാണ്. എന്താ ഷലോം? കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഏകദേശം 15ഓളം അർത്ഥങ്ങളുണ്ട് ഷലോമിന്. ഷലോം എന്ന് പറഞ്ഞാൽ സമാധാനം, റെസ്റ്റോറേഷൻ, വെൽത്ത്, കംപ്ലീറ്റ്നെസ്, പ്രോസ്പിരിറ്റി, ഇങ്ങനെ 15ഓളം അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഷലോം, യഹോവയാം ദൈവം അഹരോന്യ തലമുറകളോട് പറയുകയാണ്, നിങ്ങൾ ജനത്തെ കണ്ടാൽ അപ്പോൾ നിങ്ങൾ പറയണം ഷലോം. ഈ ജനത്തിന്റെ മേൽ സമൃദ്ധി ഉണ്ടാകും. ഈ ജനം ദൈവത്താൽ പ്രോസ്പിരിറ്റി അനുഭവിക്കും. ഈ ജനം ദൈവത്താൽ നന്മ അനുഭവിക്കും. ഇവർ കംപ്ലീറ്റ്നെസ് അനുഭവിക്കും. ഇങ്ങനെ ഷലോം എന്ന് പറയാൻ ഇസ്രായേൽ ജനത്തിന്റെ പുരോഹിതന്മാരോട് പറഞ്ഞെങ്കിൽ ഇവരെപ്പോൾ കണ്ടാലും തമ്മിൽ ഒരു പറയുന്ന പദമാണ്. ഞാൻ ഇസ്രായേലിൽ ചെന്നപ്പോൾ ഇവരേത് മുക്കിലും മൂലയിൽ ചെന്ന് കണ്ടാലും അപ്പം അവർ പറയും ഷലോം എന്നിവർ ഉറച്ചു പറയും. അത് ദൈവത്താൽ ഇവരുടെ മേൽ ഒരു അനുഗ്രഹം ദൈവം പ്രഖ്യാപിച്ച് അവരുടെ മേൽ വെക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു ദിവസം ഇത് കാണിച്ച ഭാഗമാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അഹരോന്യ മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനായവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അന്ന് രാത്രി തിരിച്ച് ശിഷ്യന്മാരെ മടിയിൽ വന്ന് നിന്നപ്പോൾ അവൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഒന്ന് ഈ വാക്യം എടുത്ത് ഇന്ന് വാക്യം വായിച്ചു. ഈ വാക്യം, യേശു പിന്നെ അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പഴയ നിയമ പുരോഹിതന്മാർ ഇസ്രായേൽ ജനത്തിന്റെ മേൽ അവർ യഹോവ ഷലോം എന്ന നാമം അവർ തേജസ്സിൽ നിന്ന് വന്ന് വെച്ചതുപോലെ പുതിയ നിയമത്തിലെ ശ്രേഷ്ഠമഹാപുരോഹിതനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അവൻ സ്വർഗത്തിൽ പോയ ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് സ്വർഗത്തിലേക്ക് ചെന്ന് പിതാവിൻ്റെ അടുക്കൽ മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ടുള്ള തൻ്റെ രക്തം സമർപ്പിച്ച ശേഷം, നീതീകരണം നടന്ന ശേഷം അവൻ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കണ്ടു? അപ്പോൾ ആദ്യമായിട്ട് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരെ അഴിവിൽ വന്ന് പറയുന്ന പദമാണ്, നിങ്ങൾക്ക് റെസ്റ്റോറേഷൻ, നിങ്ങൾക്ക് കംപ്ലീറ്റ്നെസ് ഉണ്ട്, നിങ്ങൾക്ക് വെൽത്ത് ഉണ്ട്, നിങ്ങൾക്ക് പ്രോസ്പിരിറ്റി ഉണ്ട്, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹമാണ്, എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാകും. കർത്താവ് അവരോട് പറയുന്ന പദമാണ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ അഹരോന്യ പുരോഹിതന്മാർ പറയാൻ തുടങ്ങി, ഇസ്രായേൽ ജനം മുഴുവൻ അത് പറഞ്ഞു. ഇപ്പോൾ യേശുക്രിസ്തു അത് പറഞ്ഞു. യേശുക്രിസ്തു അത് പറഞ്ഞ ശേഷം കർത്താവ് ഇത് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഈ ഒറ്റ വാക്യോട് വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ ഈ ഉപവാസത്തിന്റെ സമാപന ദിവസമായതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഇത് എവിടെയാണ് മുഴങ്ങുന്നത്? ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ഇത് ഭക്ഷണമല്ല, പാനീയമല്ല. 3 കാര്യം പറയുന്നു. 1 നീതിയാണ്, റൈച്ചസ്നെസ് ആണ്. 2 ഇത് സമാധാനമാണ്. 3 ഇത് പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. അപ്പൊ 1 നമ്മെ ദൈവത്തിന്റെ നിലവാരമുള്ളവരാക്കി മാറ്റി. 2 നമ്മുടെ അകത്ത് പീസ് തുറന്നു, റെസ്റ്റോറേഷൻ തുറന്നു, സമാധാനം തുറന്നു. നമ്മൾ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ പഠിച്ചു. ഇവിടെ ദൈവരാജ്യത്തിന്റെ മാർമിക വശം പറയുന്നു. ഇത് നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ഇത് എപ്പോഴാണ് തുടങ്ങാൻ തുടങ്ങിയത്? നമ്മുടെ എല്ലാവരുടെയും ആത്മാവിൽ നിന്നുള്ള ചിന്തയാണിത്. ഈ വാക്യോട് വായിച്ചു നിർത്തിക്കോ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അഹരോന്യ പുരോഹിതന്മാർ ഇസ്രായേൽ മക്കളുടെ മേൽ വെച്ചുകൊണ്ടിരുന്ന യഹോവയുടെ നാമമാണ് യഹോവ ഷലോം. അത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് യേശുക്രിസ്തു അത് പ്രഖ്യാപിച്ചു. വേണ്ടേ? ഇപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച വിശുദ്ധന്മാർ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ അവരുടെ സ്പിരിറ്റിന്റെ ചിന്ത ജീവനും സമാധാനവും തന്നെ. അപ്പൊ എപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്തേക്ക് എന്ത് വരികയാണ്? ആത്മാവിൽ നിന്ന് വരുന്ന ചിന്തയാണ് ഷലോം, സമാധാനം, റെസ്റ്റോറേഷൻ, വെൽത്ത്, ഹെൽത്ത്, കംപ്ലീറ്റ്നെസ്, ഫുൾനെസ്, ഫെലോഷിപ്പ്. കണ്ടമാനം അർത്ഥങ്ങളുണ്ട്. ആത്മാവിൽ നിന്ന് വരുന്ന ചിന്തയാണത്. അപ്പൊ പഴയ നിയമത്തിൽ ശലോം അവർക്ക് സംരക്ഷണമായിരുന്നു, ഗ്രേസ് ആയിരുന്നു, പ്രൊട്ടക്ഷൻ ആയിരുന്നു, കരുതലായിരുന്നു, വർധനമായിരുന്നു. യഹോവയുടെ നാമമായ അവരുടെ മേൽ വന്നു. ഇന്ന് ഈ ഉപവാസത്തിന്റെ 40ാമത്തെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസരെ നമുക്ക് ദൈവിക സമാധാനത്തെ നമുക്ക് പ്രഖ്യാപിക്കാം. അതെ, നമ്മുടെ ജീവിതം ദൈവിക സമാധാനത്താൽ നിറയട്ടെ. എപ്പോഴും നമ്മുടെ മനസ്സിലും ദൈവാത്മാവ ചിന്തകളാൽ നമ്മെ നിറയ്ക്കട്ടെ. കുടുംബങ്ങളിൽ പല സാഹചര്യങ്ങളുടെ നടുവിലൂടെ നടക്കുന്നവരുണ്ട്. തലമുറകളെ ഓർത്ത്, കുടുംബ ബന്ധത്തെ ഓർത്ത്, വ്യക്തികളുടെ അടിമത്തങ്ങളെ ഓർത്ത്, പഠനത്തോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ പല മേഖലകളിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവരുണ്ട്. പല മേഖലകളിൽ ഒറ്റപ്പെട്ടവരുണ്ട്. ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം തളർന്നും തകർന്നും ഇരിക്കുന്നവരുണ്ട്. ഇന്ന് രാവിലെ ഈ ഉപവാസത്തിന്റെ സമാപന പ്രഭാതത്തിൽ നിങ്ങളുടെ ആത്മാവ് സജീവമാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിന്ന് പദം മുഴങ്ങട്ടെ. ആത്മാവിൽ നിന്ന് ചിന്തകൾ നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വത്തെ സ്വാധീനിക്കട്ടെ. ഷലോം. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് സമാധാനം തുറക്കുന്നവനാണ്. നിങ്ങളുടെ ദൈവം നിങ്ങളെ റെസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് കംപ്ലീറ്റ്നെസ് തരുന്ന ദൈവമാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ വാക്യമുണ്ട്, അവൻ മുഖാന്തരം താൻ മുഖാന്തരം ദൈവത്തോടെടുക്കുന്നവർക്ക് വേണ്ടി അവൻ സദാ പക്ഷപാതം ചെയ്യുവാൻ ജീവിക്കുന്നവനാകിയാൽ അവൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തിയുള്ള ദൈവമാണ്. ഏതെന്നോട്ടത്തിൽ ആദാമ്യ പാപത്താൽ വന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണോ തകർച്ചകൾ സംഭവിച്ചത്, അതിൽ നിന്ന് മുഴുവൻ അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള കർത്താവാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വാക്യം കൂടി ഒന്ന് വായിക്കാമെങ്കിൽ വായിക്കാം. അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള ദൈവമാണ്. ഞാൻ പിന്നെ വായിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടെടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തോടടുക്കുന്നവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, അവരുടെ ദേഹം ദേഹിയാത്മാവിൽ, അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ തലമുറകളുള്ള ബന്ധത്തിൽ, അവരുടെ മാതാപിതാക്കളുള്ള ബന്ധത്തിൽ, കൊച്ചുമക്കൾ, മരുമക്കൾ, എല്ലാ മേഖലകളിലും പൂർണ്ണമായിട്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, രക്ഷിക്കുന്ന, സാൽവേഷൻ നടത്തുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്.
ഈ കേട്ട വചനങ്ങളകത്ത് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അടുത്ത ചില മിനിറ്റുകൾ ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാ അതരങ്ങളും തുറന്ന് എല്ലാ മൈക്കിലും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് ഷസ്കനാദിന സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ നിങ്ങളുടെ മടിവിൽ ചലിക്കട്ടെ, വേഗത്തിൽ നിങ്ങളുടെ മടിവിൽ ചലിക്കട്ടെ. ഷാബാരാബാന ശംബലാബിരാബരാബന ജീവൽ പ്രൗഷമന ഘടകദനാരഘടക പ്രൗഢമന ഘടകദനാരഘടകദനം ശാപാരാപാന ഹത്തുരാധനാധനാരികി പ്രൗഷമന ജനിബിനിഗദനഗദനം വന്ദൽ പ്രൗഢമനഗടഗദനാരഗശ്വസ്കനാഭിരാപനാരഗടഗദനം ലാ ശപാന റബ പ്രൗഷമന ഋഗം തരാഭിരാപനാരഗടഗദനം ലാഭാബന ശബപ്രൗഢമന ജപപ്രൗഷമന ഹന്തരാഭിരാപനാരഘടക പ്രൗഷമനഘടകദനം അന്തരാഭിരാപനാരഘടകജന വൈശ്യപ്രൗഢമനഘടകദന. പരിശുദ്ധാത്മാവേ, അങ്ങനെ ദൈവിക സമാധാനം ഈ ഭവനങ്ങളിൽ നിറയട്ടെ, അങ്ങനെ ദൈവിക സമാധാനങ്ങൾ ഈ ഭവനത്തിൽ നിറയട്ടെ. റാബാന ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷമാണല്ലോ. ദൈവിക സമാധാനം ഈ ഭവനങ്ങളിൽ നിറയട്ടെ. ഷാബാരാബാന ശംബൽ പ്രൗഢമന ഘടകദനം
ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഈ വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ഈ വാക്യങ്ങളിൽ ദൈവാത്മാവ് നമ്മൾ ഈ വാക്യങ്ങളാണ് നമ്മോട് ഇപ്പോൾ ഇടപെടുന്നത്. ഈ വാക്യങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ എല്ലാ മേഖലകളുടെ മേലും കർത്താവ് റെസ്റ്റോറേഷൻ നടത്തും കേട്ടോ. എല്ലാ മേഖലകളിലും മറ്റ് ഒരു കുടുംബത്തിലും ഇല്ലാത്ത നിലകളിലുള്ള ബ്ലെസ്സിങ്ങുകൾ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടും. ഈ വാക്യം റെസ്റ്റോറേഷൻ്റെ ദൈവമോ, സമാധാനത്തിൻ്റെ ദൈവമോ, ഷാലോമിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും. വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും. അപ്പൊ സാത്താൻ ആരാ? ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യനെ പ്രലോഭിപ്പിച്ച് പാപം ചെയ്യിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റി, ഫെല്ലോഷിപ്പിൽ നിന്ന് അകറ്റി, സമാധാനം തകർത്ത്, ദൈവിക റിസോഴ്സസുകൾ തകർത്ത്, കുടുംബ ബന്ധങ്ങളുടെ അകത്ത് തമ്മിൽ അവര് കുറ്റം പറയുന്നവരാക്കി മാറ്റി. നിങ്ങളെ ഈ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഓഡിയോ ഓൺ ചെയ്ത് സംസാരിക്കുന്ന ഒരു ശീലമായി മാറിയല്ലേ? കൃപ കർത്താവേ. ആരായി സംസാരിക്കുന്ന ആരാണ്? ലിൻസി ആരാന്ന് കാണാനില്ല, ഞാൻ നോക്കിട്ട് പക്ഷെ അറിയുന്നില്ല. നിങ്ങളുടെ ഓഡിയോ ഓൺ ചെയ്യരുത് കേട്ടോ, ദയവ് ചെയ്ത്. ഞാൻ പല രാവിലത്തെ പ്രാർത്ഥനകളും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തില്ല. ഈ രാവിലെ നിങ്ങളിങ്ങനെ ഓഡിയോ ഓൺ ചെയ്ത് സംസാരിക്കുന്നത് കാരണം എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്തിനാണ് നിങ്ങൾ ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയോ ഓൺ ചെയ്ത് സംസാരിക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് ഒരു ശതമാനം മനസ്സിലാകുന്നില്ല. എന്തിനാണ് നിങ്ങൾ ഈ മൊബൈലിൽ കളിക്കുന്നത് ഈ നേരത്ത്? കർത്താവേ കൃപ, സ്തോത്രം. സാരമില്ല, ചിരിച്ചുകൊണ്ട് ഞാൻ സ്തോത്രം പറയാം കേട്ടോ. ഓക്കെ. ഈ വാക്യം എൻ്റെ ഒഴുക്ക് പോവുകയാണ്. ഞാനിത് ബുദ്ധി പഠിച്ചു വെച്ച് പറയുന്നതല്ല. സമാധാനത്തിൻ്റെ ദൈവം. അപ്പൊ ഏദൻ തോട്ടത്തിൽ ദൈവം ഒരുക്കി വെച്ചത് മുഴുവൻ പിശാച് തകർത്ത് കളഞ്ഞു. കർത്താവ് പറയുകയാണ്, പൗലോസ് റോമാലേഖനം ദൈവാത്മാവിനാൽ അടുക്കിനെ കൊണ്ടുവന്നിട്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തു എന്ന തലയോളം വളരുന്ന കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി പണിയപ്പെടുന്ന, അവന്റെ ശരീരമായിട്ട് പണിയപ്പെടുന്ന നിങ്ങൾ വേഗത്തിൽ സമാധാനത്തിന്റെ ദൈവത്താൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും. സാത്താനെ കാൽക്കീഴെ ചതയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ? അവൻ വിതച്ചതിനെ മുഴുവൻ നിങ്ങൾ ചതയ്ക്കും. അവൻ എന്തൊക്കെയാണോ നിങ്ങളുടെ കുടുംബങ്ങളിൽ വിതച്ചത്, എന്തൊക്കെയാണോ നിങ്ങളിൽ വിതച്ചത്, അത് മുഴുവൻ ചതച്ച് എന്തൊക്കെയാണോ ദൈവം ഒരുക്കിയത് അത് മുഴുവൻ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ കണ്ടോ? എന്താ കൃപ? അർഹതയില്ലാത്ത വ്യക്തികൾക്ക് ദൈവം നൽകിയ അവന്റെ കരുണ, അവന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങളുടെ കുടുംബം ദൈവത്തിന്റെ ഗ്രേസിനാൽ നിറയും. ദൈവത്തിന്റെ ഗ്രേസിനാൽ നിങ്ങളുടെ കുടുംബങ്ങൾ നിറയും. അവൻ ഒരുക്കിയതിനെ, അവൻ ഒരുക്കി വെച്ചതിനെ, അവൻ നിങ്ങളിലേക്ക് പകർന്നതിനെ മുഴുവൻ സമാധാനത്തിന്റെ ദൈവത്താൽ നിങ്ങൾ ചതച്ച് കളഞ്ഞ് ദൈവം ഒരുക്കിയത് മുഴുവൻ നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും. നമുക്ക് രാവിലെ ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ഈ ഉപവാസത്തിൽ അതല്ലേ നടക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്താ? ദൈവത്താലുള്ള വഴികൾ തുറക്കണം, ദൈവിക മറുപടികൾ ഉണ്ടാകണം. ഈ പ്രാർത്ഥന വിഷയം പറയാൻ തുടങ്ങിയാൽ നമ്മുടെ എല്ലാം അവസ്ഥകളുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്ന കാര്യമല്ലേ പറയുന്നത്. ഈ വിരുദ്ധമായ അവസ്ഥകൾ മൊത്തം എവിടെന്നാ വന്നത്? ആദാമ്യ പാപത്താലല്ലേ? ആദാമ്യ പാപത്താൽ പിശാച് വിതച്ച ന്യായപ്രമാണത്തിന് വിരോധമായി പ്രവർത്തിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ചവനെ മുഴുവൻ ചതച്ച് കളഞ്ഞ് ഫെല്ലോഷിപ്പിലേക്ക് മടക്കി കൊണ്ടുവന്ന് കംപ്ലീറ്റ്നെസ്സിലേക്ക്,
ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളൊരു കുടുംബമായി ദൈവാത്മ നമ്മുടെ കുടുംബങ്ങളെ വളർത്തും. നിങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാ കാര്യവും, കുഞ്ഞുങ്ങളുടെ ജനനം, ജീവിതം, പഠനം, ഏറ്റവും ഹയർ പഠനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും കേട്ടോ. പരീക്ഷയ്ക്കായിട്ട് കുഞ്ഞുങ്ങളുടെ പരീക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഹയർ സ്റ്റഡീസ് ഉണ്ടാകും. എല്ലാ കുഞ്ഞുങ്ങളും ബ്ലസ്സഡായി മാറും. ഷാഭാര റബഷസ്കനാദിരാധന. ഞാൻ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ബ്ലസ് ചെയ്യാം നമുക്ക്. ഷമ്പൽ. ഒന്നും നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുത്. ഇപ്പോഴത്തെ അവസ്ഥകളോ വിരുദ്ധമായി നിൽക്കുന്ന ഒന്നും ചിന്തിക്കരുത്. കുടുംബ ബന്ധങ്ങളുടെ അകത്ത് എല്ലാം ബ്ലസ്സഡായി മാറട്ടെ. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് എല്ലാ കുടുംബങ്ങളെയും ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച് ലാഭൽക്കട എല്ലാവരും അകത്ത് ഈ അധികാരം ദൈവം തന്നിട്ടുണ്ട്. നമ്മളെല്ലാം രാജകീയ പുരോഹിതന്മാരാണ്. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. ഷാബന അങ്ങനത്തെ റിലങ്ങൾ തുറന്നു വരാൻ പ്രഖ്യാപിക്കും. ധൈര്യത്തോടെ അപരങ്ങൾ തുറന്നിന്ന് രാവിലെ അത് പ്രഖ്യാപിക്കും. മുഴുവനും എന്റെ കർത്താവേ തേജസ്വി കുടുംബങ്ങളുടെ മേൽ കത്തുന്ന തീ പോലെ ഇറങ്ങി നിൽക്കുന്നതിന്, എല്ലാ മേഖലകളിലെ കുടുംബങ്ങളെ അങ്ങ് റെസ്റ്റോർ ചെയ്യേണ്ടതിന്, അവന്റെ ശക്തിയും അവന്റെ മഹിമയും അവന്റെ തലങ്ങളും തുറന്നു വരണവന് ഞാൻ ഈ കുടുംബങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളുടെ മേലെ ബ്ലസ്സിംഗിന്റെ റിലം ഓപ്പൺ ആകട്ടെ. ലാദൽ ഘടകത്തിന് കുഞ്ഞുങ്ങളെ മുഴുവൻ, കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ മുഴുവൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ പഠനത്തെ, അവരുടെ ജീവിതത്തെ, അവരുടെ സമസ്ത മേഖലകളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങൾ ഓരോ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ ഓരോ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നു. സിസ്റ്റർ സൂസമ്മ കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. പാസ്റ്റർ ജോൺസൺ ജോസഫ് കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അന്നമ്മ വർഗീസ് കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. റോസ്ലി ജോസഫ് കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. തോമസ് ബ്രദർ കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. സുധാ വർഗീസ് സിസ്റ്ററെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. ബ്ലസ് ചെയ്യുന്നു. ശംഭ പ്രൗഢവന ഹതുരജനകതുരവന ഘടകതന വായിഷ പ്രൗഢവനം ഷാപാരബാന ഹർഷസ്കനാദിന പ്രൗഷവന ഘടകതന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒരു വാക്ക് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സിസ്റ്റർ സൂക്ഷ്മ സിസ്റ്റർ കുടുംബമായിട്ട് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കൽ നമ്മളെ കുടുംബത്തെ ബ്ലസ് ചെയ്യാണ്. പാസ്റ്റർ ജോൺസൺ ജോസഫ് കർത്താവിൻ്റെ വേലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. അന്നമ്മ വർഗീസ് ആൻറ്റിയെ നമുക്ക് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ബ്ലസ് ചെയ്യാം ആ കുടുംബത്തെ. റോസ്ലി ജോസഫിൻ്റെ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. കട്ടപ്പന തോമസ് ബ്രദർ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. സുധാ വർഗീസ് സിസ്റ്റർ ഈ ഉപവാസപ്രദത്തിൽ കണ്ടമാനം ആത്മതലം തുറന്നു കൊടുത്തൊരു സിസ്റ്ററാണ്. നമുക്ക് ആ സിസ്റ്ററെ നമുക്ക് ബ്ലസ് ചെയ്യാം. ഗ്രേസി ടീച്ചർ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. ഡെയ്സി ഡേവിഡ് കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. ഞാൻ ഓരോരുത്തരെയും കാര്യങ്ങൾ പറയുന്നില്ല കേട്ടോ.
പറയാൻ പോയാൽ ഇപ്പം നിൽക്കുകയില്ല. ഡെയ്സി ഡേവിഡ്, ഇതിനകത്ത് പല നിലയിൽ ദൈവാത്മാവ് ഈ ഉപവാസത്തിൽ പ്രവർത്തിച്ചവരുണ്ട്. നമുക്കവരൊക്കെ വീണ്ടും ബ്ലസ് ചെയ്യാം. വിമല സിസ്റ്റർ, നമുക്ക് സിസ്റ്റർ ബ്ലസ് ചെയ്യാം. റീത്ത സിസ്റ്റർ കോട്ടയത്ത് നിന്ന്, വിമല സിസ്റ്റർ USA നിന്നാണ്. റീത്ത സിസ്റ്റർ കോട്ടയത്ത് പ്രിയ സഹോദരി നമുക്ക് ബ്ലസ് ചെയ്യാം. തോമസ് ബാബു ബ്രദർ, നമുക്ക് പ്രിയ അങ്കിളിനെ നമുക്ക് ബ്ലസ് ചെയ്യാം. ലിനി എബ്രഹാം സിസ്റ്ററെ നമുക്ക് ബ്ലസ് ചെയ്യാം. സുനിത സിസ്റ്ററെ നമുക്ക് ബ്ലസ് ചെയ്യാം. സിന്ധു ദാസ് കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. ജെസ്സി ജേക്കബ് കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. ഉഷ നെറ്റോ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. സോഫിയ ആൻറ്റി കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. നീനുവിനെ നമുക്ക് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. സജിനി സിസ്റ്റർ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. അഞ്ജു സിസ്റ്റർ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്ത് നമുക്ക് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഹേമ സിസ്റ്റർ ബീച്ചാൻ, എനിക്ക് കുടുംബം ഈ ശാലോമിനുള്ള ബന്ധത്തിൽ കണ്ടമാനം ശുശ്രൂഷകൾ നമ്മളെ സ്നേഹിച്ച് ചെയ്ത കുടുംബമാണ്. തൻ്റെ സഹോദരി ഗ്രേമ, അവരുടെ കുടുംബങ്ങളെ നമുക്ക് ബ്ലസ് ചെയ്യാം. അവരുടെ തലമുറകളെ പ്രത്യേകിച്ച് ദൈവങ്ങളെ കേൾപ്പിച്ച് ബ്ലസ് ചെയ്യാം. ഈ പറഞ്ഞ കുടുംബങ്ങളെ എല്ലാ തലമുറകളെ നമുക്ക് ബ്ലസ് ചെയ്യാം. മോളി ജോസഫ് കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. ഡെൽഫി സിസ്റ്റർ, ദെബോര മക്കളെ, ആ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. അനിത ഷാജി കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. സോജി സിസ്റ്റർ തലമുറകൾ, ആ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. പ്രഭാ ജോർജ് കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. സോണിയ പോൾ, ആ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. തനൂജ സിസ്റ്റർ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. ആര്യ റോസ് നമ്മുടെ ഷെറിൻ്റെ കുടുംബമാണ്. ജെറിൻ കുടുംബം, ആ കുടുംബങ്ങളെ നമുക്ക് ബ്ലസ് ചെയ്യാം. നമ്മുടെ ഡേവിസ് സ്മിത്തിൻ്റെ മക്കളാണ്. ലിനി അഗസ്റ്റിൻ, അവരുടെ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. നമ്മുടെ UK പ്രവർത്തനം നടക്കുന്ന ഈ ഭവനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പ്രിയ ബെന്നിച്ചാൻ കുടുംബം, അതുപോലെ പ്രിയ നിഖിൽ പാസ്റ്റർ കുടുംബം, ആ കുടുംബങ്ങളെ നമുക്ക് ബ്ലസ് ചെയ്യാം. ഡേവിഡിനെ നമുക്ക് ബ്ലസ് ചെയ്യാം. ജോന തോമസ്, നമുക്ക് ആ സഹോദരിയെ കുടുംബത്തെ ബ്ലസ് ചെയ്യാം. രചന ഫിലിപ്പ്, പ്രിയ സഹോദരി, ന്യൂസിലൻഡിൽ നിന്ന് കയറുന്ന സിസ്റ്ററാണ്. ആ സിസ്റ്റർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. നമുക്ക് ആ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. ജോളി പൗലോസ്, നമുക്ക് ആ കുടുംബത്തെ ബ്ലസ് ചെയ്യാം. രൂഫോസ്, തൻ്റെ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. പ്രമീള സിസ്റ്റർ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. മിനി ബാബു സോരൻ ചില ആഴ്ചകളായിട്ട് കിടപ്പിലാണ്. തന്നെ നമുക്ക് ആ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. മക്കളെ കുടുംബമായിട്ട് നമുക്ക് ബ്ലസ് ചെയ്യാം. ഗ്രേസി ഡേവിഡ്, നമുക്ക് ഡേവിസ് ബ്രദറിനെ, ഗ്രേസി സിസ്റ്ററെ നമുക്ക് ബ്ലസ് ചെയ്യാം. രാജു ജോൺ, നമുക്ക് പ്രിയ ബ്രദറിനെ നമുക്ക് ബ്ലസ് ചെയ്യാം. ബിന്നി വിൽസൺ, പ്രിയ സഹോദരനെ നമുക്ക് ബ്ലസ് ചെയ്യാം. രുക്മിണി സിസ്റ്റർ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. റീന ആൻ്റണി കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. വള്ളിയമ്മ സിസ്റ്റർ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. ഗേളി സിസ്റ്റർ, ബീന വെള്ളറട സിസ്റ്റർ നമുക്ക് ബ്ലസ് ചെയ്യാം. പ്രിയ അരവിന്ദ്, പ്രിയ സഹോദരി നമുക്ക് കുടുംബമായിട്ട് ബ്ലസ് ചെയ്യാം. ഷൈനി സിസ്റ്റർ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. സുനിത സിസ്റ്ററെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ബ്ലസ് ചെയ്യാം. റീന ആൻ്റണി കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. ബീന വെള്ളറട നമുക്ക് ബ്ലസ് ചെയ്യാം. ഗ്ലോറിസ് പോൾ, നമുക്ക് ആ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. റീന ജോർജ് കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. വിശാൽ ബ്രദർ, തൻ്റെ മുമ്പിൽ കൊണ്ടുപോകാൻ പ്രാർത്ഥന വിഷയമുള്ളൊരു സഹോദരനാണ്. താൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ വന്നിരിക്കുന്നത്. തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ബ്ലസ് ചെയ്യാം. നിരഞ്ജന രവി, പ്രസന്നകുമാരി സിസ്റ്ററുടെ മകളാണല്ലോ, സംഗീത, രണ്ടുപേരും, ആ കുടുംബങ്ങളെ നമുക്ക് ബ്ലസ് ചെയ്യാം. സുഷമ സിസ്റ്റർ VA നമുക്ക് ബ്ലസ് ചെയ്യാം. ഡെയ്സി സിസ്റ്റർ, റോസ്മിൻ കുടുംബത്തെ നമുക്ക് ബ്ലസ് ചെയ്യാം. പ്രിയങ്ക സിസ്റ്ററെ നമുക്ക് ബ്ലസ് ചെയ്യാം. രാവിലെ ഞാൻ ഈ പറഞ്ഞ കുടുംബങ്ങളുടെ പേരുകൾ കൂടാതെ ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. ഞാനൊരു ഓർഡറിലാണ് വായിക്കുന്നത്. വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങളുടെ കുടുംബത്തെയും ദൈവകരങ്ങളെ കേൾപ്പിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, ജോസക്കനെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ കർത്താവ്, ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നു, 40 ദിവസം മക്കൾ വെക്കേഷനാണ്. എനിക്ക് 1-2 ദിവസങ്ങളാണ് അവർ അങ്ങോട്ട്, വേറെ എവിടേക്കും മാറി നിന്നിട്ടില്ല. അവർ മീറ്റിങ്ങുകൾക്ക് വേണ്ടി, മറ്റൊരു മീറ്റിങ്ങിന് വേണ്ടി മാറിപ്പോയി നിന്നിരുന്നു. ഞാൻ നിങ്ങളെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരുമെന്ന്. ഇന്ന് രാവിലെ എനിക്കൊരു ബ്രദർ, നമ്മുടെ മനോജ് ബ്രദർ തന്നെ കാണിച്ചൊരു സ്വപ്നം, ദൈവാത്മ ഇപ്പം രാവിലെ അർദ്ധരാത്രി തന്നെ കാണിച്ചൊരു കാഴ്ച, കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധിച്ച് ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് തന്നെ കർത്താവ് കാണിച്ച് എന്നെ അയച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹമായി മാറും. അതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടിയിൽ അത് പറഞ്ഞു. നമ്മൾ ദിവസത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ തലമുറകളുടെ മേൽ കർത്താവ് ബ്ലെസ്സിങ്ങിൻ്റെ ഡോറുകൾ തുറന്നിരിക്കും, യാതൊരു സംശയവുമില്ല. ഞങ്ങളെ കുടുംബമായിട്ട് നിങ്ങൾ ബ്ലെസ് ചെയ്യണം. ഞാൻ നിങ്ങളെല്ലാ കുടുംബങ്ങളെയും ബ്ലെസ് ചെയ്യുകയാണ്. നമ്മളെ കൂടാതെ
കണ്ടമാനം കുടുംബങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളിൽ വന്ന് പങ്കെടുത്തു. കൂടാതെ ചില ദിവസങ്ങളിൽ ക്ലാസ്സുകളൊക്കെ കണ്ടമാനം കുടുംബങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ക്ലാസ്സുകളുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ആൾക്കാർ കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഡ്രീംസ് ആൻഡ് വിഷൻസിൻ്റെ ക്ലാസ്സുകൾ എനിക്കത് കുറച്ച് ക്ലാസ് എടുക്കാനുണ്ട്. ഞാൻ ഉപവാസം കഴിഞ്ഞ ശേഷം ഒരു ചെറിയ റെസ്റ്റ്, 2-3 ദിവസത്തെ റെസ്റ്റിന് ശേഷം ഡ്രീംസ് ആൻഡ് വിഷൻസിൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ പരമാവധി അതുപോലെ തന്നെ തുടരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന, ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാവരും ബ്ലെസ്സഡ് ആകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ മിനിസ്ട്രിയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ഷാലോം മുഖാന്തരം, ഷാലോം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്, ഇനിയും അറിയാനുണ്ട്. നമുക്കവരെല്ലാം ദൈവങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ഇവനെ പണിയേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് നമ്മുടെ വടക്കേന്ത്യൻ പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ ചർച്ചിലിവിടെ ഓഫ്ലൈൻ വരുന്നവർ പലരും രാവിലത്തെ ആരെയും കാണാനില്ല. കാരണം ഇന്നലെ പകൽ മുഴുവൻ അവരിവിടെ ഓഫ്ലൈൻ ഇരിക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് 1-2 മിനിറ്റുകൾ എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമോ? ഷാഭ റബശസ്കനാദിരാധന പ്രൗഷഭനഘടകദനം ചൂടാരാപാനാപാരബ പ്രൗഷഭനഘടകദനാരകശസ് ലംദൽ പ്രൗഢഭനഘടകദനാരകശസ്. റെസ്റ്റോറേഷൻ സംഭവിക്കട്ടെ, റെസ്റ്റോറേഷൻ സംഭവിക്കട്ടെ, ഷലോം സംഭവിക്കട്ടെ, ഷലോം സംഭവിക്കട്ടെ. ലാഭാരാപാനാരക പ്രൗഢഭനഘടകദനാരകശസ് ജീവ പ്രൗഢഭനഘടകദനം പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ മുഴുവൻ റെസ്റ്റോറേഷൻ ആകാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ മുഴുവൻ സമാധാനത്താൽ നിറയാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ മുഴുവൻ ശലോമിനാൽ നിറയാൻ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ മുഴുവൻ യഹോവയുടെ നാമം ഇരിക്കേണ്ടവനായി ഞങ്ങൾ ഒരുമിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഷാഭാരാബാനാരകശസ് യൗവന ലോകത്തെ കർത്താവ് റെസ്റ്റോർ ചെയ്യേണ്ടവനാ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഫൈനാൻഷ്യലത്തെ കർത്താവ് റെസ്റ്റോർ ചെയ്യേണ്ടവനാ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന ആത്മബലങ്ങളെ കർത്താവ് റെസ്റ്റോർ ചെയ്യേണ്ടവനാ. ആരോഗ്യത്തെ റെസ്റ്റോർ ചെയ്യേണ്ടവനാ. ബന്ധങ്ങളെ റെസ്റ്റോർ ചെയ്യേണ്ടവനാ. രോഗികളെ സൗഖ്യമാക്കേണ്ടവനാ. ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുകയാണ്. കൃപ തുറക്കണമപ്പ. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തിനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് നൽകിയ നിയോഗത്താൽ കഴിഞ്ഞ മാർച്ച് മാസം 1-ാം തീയതി ആരംഭിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആദ്യത്തെ 27 ദിവസങ്ങൾ പ്രാർത്ഥനകളായി നടന്നെങ്കിൽ മാർച്ച് മാസം 28-ാം തീയതി മുതൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അങ്ങേ കാത്തിരിപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ. പൂർണ്ണമായിട്ട് ഭാഗികമായിട്ട് പല നിലകളിൽ അങ്ങയുടെ മക്കൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും അങ്ങയുടെ സന്നിധിയിലായിരുന്നല്ലോ. കർത്താവേ, പല വിഷയങ്ങളുടെ നടുവിൽ അങ്ങേ കാത്തിരുന്നവരുണ്ട്. ദൈവ നിയോഗത്തോട് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനും തേജസ് അനുഭവിക്കാനും മാത്രം ഇരുന്നവരുണ്ട്. പല നിലയിൽ പല അവസ്ഥകളുടെ നടുവിൽ അങ്ങയുടെ സന്നിധിയിലിരുന്നവരുണ്ട്. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിവർത്തിവെച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും അങ്ങ് മറുപടികൾ തുറക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ ഞങ്ങളെ കൊണ്ടുവന്നത്, ഞങ്ങളെ എത്തിച്ചത്, ഞങ്ങൾ ഈ സെക്ഷനിലൊക്കെ ധ്യാനിച്ചല്ലോ. ഞങ്ങളെ ക്രിസ്തുവിലാക്കിയല്ലോ.
ശരീരത്തിലേക്ക് തലയിൽ നിന്ന് ഒഴുകേണ്ടതെല്ലാം അങ്ങ് പകർന്നല്ലോ കർത്താവേ. അങ്ങനെ മനോഹരമായി ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെയും ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവ് ഒന്നാക്കിയല്ലോ. ഞങ്ങളുടെ അകത്ത് തുറന്ന എല്ലാ വചന വെളിപ്പാടുകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ക്രിസ്തുവിനുള്ള തേജസ് ഞങ്ങളുടെ മേൽ തുറന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തുവിനുള്ള അഭിഷേകം ഞങ്ങളുടെ മേൽ തുറന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിലാണല്ലോ. ഞങ്ങളെ തലയായ ക്രിസ്തുവിനോട് സംയോജിപ്പിച്ചതിനാൽ ക്രിസ്തുവിൽ നിന്നുള്ള സമ്പൂർണ്ണതകൾ ഞങ്ങളുടെ മേൽ പകർന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കുടുംബങ്ങളെ മുഴുവൻ അവരായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമാകട്ടെ. എവിടെയൊക്കെയാണോ ചോർച്ചകളും വീഴ്ചകളും താഴ്ചകളും സംഭവിച്ചത്, അവന്റെ മടുവിൽ വേദനകളോടെ കിടക്കാതെ ഞങ്ങളെ മടക്കി വരുത്തുന്ന, ഞങ്ങളെ റെസ്റ്റോർ ചെയ്യുന്ന ഒരപ്പനുണ്ടെന്നുള്ള ബോധത്തോടെ അപ്പനിലേക്ക് തിരിയുവാനും അങ്ങ് തുറന്നത് മുഴുവൻ അനുഭവിപ്പാൻ ഞാൻ ഈ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങാണ് ഞങ്ങളെ ഇരുത്തിയത്. അങ്ങയുടെ തേജസ് ഞങ്ങളുടെ മേൽ തുറന്നു, വചന വെളിപ്പാടുകൾ തുറന്നു, സാന്നിധ്യം തുറന്നു. അനേക പ്രാവശ്യം ദൈവം ഞങ്ങളോട് സംസാരിച്ചു. അങ്ങ് തുറന്ന ആത്മതലത്തിൽ നിന്നുകൊണ്ട് ഈ രാവിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഞാൻ ഈ കുടുംബങ്ങളുടെ മേൽ ശലോം പ്രഖ്യാപിക്കുകയാണ്. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതനായി അങ്ങിപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ ശുശ്രൂഷിക്കുന്നല്ലോ. അങ്ങയുടെ ശരീരമാകുന്ന സഭയ്ക്കകത്ത് 5 വിധ ഓഫീസുകൾ തുറന്നിരിക്കുന്നല്ലോ. അങ്ങ് തുറന്നിരിക്കുന്ന ഓഫീസിൽ അങ്ങയുടെ പ്രതിനിധിയായി അങ്ങയുടെ സ്ഥാനത്ത് അങ്ങാക്കി വെച്ചിരിക്കുന്ന കർത്താവേ, ആത്മ ഓഫീസിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കുടുംബങ്ങളുടെ മേൽ കരമുയർത്തി അങ്ങയാലുള്ള അനുഗ്രഹങ്ങളെ ഞാൻ ആശീർവദിക്കുകയാണ്. അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ആശീർവാദം വെളിപ്പെട്ടു വരട്ടെ. ദൈവകൃപ അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരട്ടെ. ദിവ്യ സംരക്ഷണം അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരട്ടെ. ദൈവിക റെസ്റ്റോറേഷൻ അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരട്ടെ. എവിടെയൊക്കെയാണോ ആവശ്യമായ മേഖലകൾ നിൽക്കുന്നത് അവിടെയെല്ലാം പ്രവർത്തിക്കുന്നവന്റെ കരം വെളിപ്പെട്ടു വരട്ടെ. കർത്താവ് ഈ കുടുംബങ്ങളെ മുഴുവൻ അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. എല്ലാറ്റിനേക്കാളും അപ്പുറമായി അങ്ങ് ഇവരെ ആത്മമനുഷ്യനെ സജീവമാക്കിയല്ലോ. ശക്തന്മാരായ ആത്മമനുഷ്യന്മാർ ഇവരകത്ത് പണിയുന്നല്ലോ. ഇവരെല്ലാം അങ്ങയെ പോലെ ആക്കണം. ഞങ്ങളെ ഒരു ശരീരമാക്കണം. അങ്ങയിലുള്ള നിറവുകൾ മുഴുവൻ ഇവരെ മേൽ തുറക്കണമേ. ഞങ്ങളുടെ സ്വയം മരിക്കട്ടെ, ഞങ്ങളുടെ ഫ്ലഷ് മരിക്കട്ടെ. ഞങ്ങളിൽ കൂടെ ക്രിസ്തു മാത്രം പുറത്തു വരട്ടെ. അവരായിട്ട് ഞങ്ങളെ സഹായിക്കണം. ഈ കുടുംബങ്ങളെ മുഴുവൻ ഞാൻ ഒരു പ്രാവശ്യം അനുഗ്രഹിക്കുകയാണ്. ഇവരെ മേൽ കർത്താവ് ദൈവിക അവകാശങ്ങൾ തുറന്നു കൊടുക്കണമേ, ഡീഡുകൾ തുറന്നു കൊടുക്കണമേ. കഴിഞ്ഞ പ്രഭാതത്തിൽ സഹോദരനെ കാണിച്ചതുപോലെ നിയമപരമായി ഇവരിലേക്ക് ദൈവാത്മ പകർത്തേണ്ടത് മുഴുവൻ കർത്താവ് തുറക്കുന്ന കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. തുറന്നു വരുന്നത് ഇവർ അനുഭവിക്കട്ടെ. ഓബേദെദോമിന്റെ കുടുംബത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ തുറന്നപ്പോൾ 3 മാസം കൊണ്ട് കൊട്ടാരം അറിയുമാറ് ദൈവിക അനുഗ്രഹങ്ങൾ തുറന്ന കർത്താവ് ഈ കുടുംബങ്ങളെ ദേശങ്ങൾ അറിയുമാറ് അനുഗ്രഹമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അത് ചെയ്യുവാനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനകളിൽ അടിയനെ ഓർത്ത് നിരന്തരമായി പ്രാർത്ഥിച്ച പലരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഇപ്പോൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവസഭയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട്, ഉപവസിച്ചവരുണ്ട്, നിലവിളിച്ചവരുണ്ട്, വചനം പങ്കിട്ടവരുണ്ട്, പല നിലയിൽ ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിന്നവരുണ്ട്. അവരെല്ലാം ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വടക്കേന്ത്യൻ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, പഞ്ചാബിനായി പ്രാർത്ഥിക്കുന്നു, UP-ക്കായി പ്രാർത്ഥിക്കുന്നു, MP-ക്കായി പ്രാർത്ഥിക്കുന്നു, ഛത്തീസ്ഗഡിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അടുത്ത ആഴ്ച പഞ്ചാബിലേക്ക് മടക്കുന്ന മിഷൻ ട്രിപ്പിനായി പ്രാർത്ഥിക്കുന്നു. ഈ മാസം പിന്നെ സമാപനത്തിൽ ഛത്തീസ്ഗഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മിഷൻ ട്രിപ്പിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദേശത്തുള്ള പ്രവർത്തനങ്ങളുടെ മേൽ കർത്താവിന്റെ കരമുണ്ടായിരിക്കണമേ. കൂട്ടമായിട്ട് കർത്താവ് ദേശങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ അയക്കണമേ. കൂട്ടമായിട്ട് ജനം കർത്താവിനെ കാണണമെന്നായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നവരായിട്ട് അങ്ങയുടെ മക്കളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അങ്ങയുടെ മക്കൾ കൂടുന്ന സഭകളുണ്ട്, അവർ അഭിഷക്തന്മാരുണ്ട്, അഭിഷക്തന്മാരെ കുടുംബങ്ങളുണ്ട്. ആ സഭകളെല്ലാം കർത്താവ് ഉണർവിലേക്ക് നടത്തണമേ. കർത്താവേ, ഞങ്ങൾ ഒരു അപ്പത്തിന്റെ അംശങ്ങളും ഒരു ശരീരത്തിന്റെ ഭാഗവുമാണല്ലോ. ഞങ്ങളെ കുടുംബങ്ങളെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിനർപ്പിക്കുന്നു. പ്രാർത്ഥന കണ്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ,
ആമേൻ ആമേൻ. ആമേൻ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നു. ഛത്തീസ്ഗഡിലുള്ള നമ്മുടെ സഭകൾ അവിടെ അത്യാവശ്യമായിട്ടൊരു ക്രമീകരണ മീറ്റിങ്ങിനോട് ബന്ധത്തിൽ പ്രവർത്തനങ്ങളോട് ബന്ധത്തിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അനുവദിച്ചാൽ ഈ മാസം അവസാനം അടുത്തയാഴ്ച ഞാൻ പഞ്ചാബിലെ പ്രവർത്തനങ്ങൾക്കുള്ള ബന്ധത്തിലൂടെ ഇന്ന് അവിടേക്കൊരു മിഷൻ ട്രിപ്പ് പോവുകയാണ്. എനിക്ക് ശരീരത്തിനകത്ത് ആരോഗ്യമുണ്ടായിട്ടല്ല ഞാൻ പോകുന്നത്. അടുത്ത ദിവസം നാളെ മറ്റന്നാൾ എനിക്ക് തിരുവനന്തപുരം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അത് മക്കളുടെ ബന്ധത്തിൽ പോകുന്നതാണ്. എന്നാൽ അതിൻ്റെ പിന്നത്തെ ആഴ്ച പഞ്ചാബിലേക്കും തൊട്ടുപിറകിൽ ഛത്തീസ്ഗഡിലേക്കുമുള്ള യാത്രകളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഓർക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആശീർവാദത്തോടെ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ട ചിലരുണ്ട്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടു. ഞാൻ ഇന്നോ നാളെയോ, ഇന്ന് എനിക്ക് അറിയില്ല സമയം കിട്ടുമോ എന്ന്, എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഷലോം.